നമസ്തേ. പ്രധാന വാർത്തകൾ. ഓപ്പറേഷൻ സിന്ദൂർ പുതിയ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് സൈന്യം. നീതി നടപ്പാക്കിയെന്ന് തലക്കെട്ട്. പിന്നിൽ വ്യക്തമായ ആസൂത്രണവും കൃത്യമായ പരിശീലനവും. इनकी पीढ़ियां याद रखेंगी, ये बदले की भावना नहीं, ये न्याय था। 9 मई रात को तकरीबन 9 बजे जिस भी दुश्मन की पोस्ट ने युद्ध विराम का उल्लंघन किया, उन सभी पोस्टों को भारतीय सेना ने मिट्टी में मिला दिया। दुश्मन अपनी पोस्ट छोड़ भागता नजर आया। ഓപ്പറേഷൻ സിന്ദൂറിന് മുന്നേ പാക് ഭീകര കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന് പരസ്യമാക്കിയെന്ന രാഹുൽ പരാമർശം വിവാദത്തിൽ. പ്രതിഷേധമുയർത്തി BJP. വിദേശകാര്യമന്ത്രിയെ ലക്ഷ്യമിടുന്ന വൃത്തികെട്ട രാഷ്ട്രീയമെന്ന് ആക്ഷേപം. പോസ്റ്റൽ വോട്ട് വെളിപ്പെടുത്തലിൽ ഭയക്കുന്നില്ലെന്ന് G. സുധാകരൻ. കേസെടുത്ത പോലീസ് പുലിവാല് പിടിച്ചെന്ന് വിമർശനം. സുധാകരനെ പരിഹസിച്ച H. സലാമിന്റെ FB പോസ്റ്റിനെ ചൊല്ലി CPM-ൽ ഭിന്നത. കാളികാവിലെ കടുവയ്ക്കായി ഊർജിത തെരച്ചിൽ. ആക്രമണത്തിൽ വനം വകുപ്പിന് ഗുരുതര വീഴ്ച. സാന്നിധ്യമുണ്ടെന്ന മുന്നറിയിപ്പ് കണ്ടില്ലെന്ന് നടിച്ച് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ. കടുവാ ദൗത്യത്തിനെത്തിച്ച കുങ്കിയാന പാപ്പാനെ ആക്രമിച്ചു. മുതലപ്പുഴയിലെ മണൽ നീക്കം ഈ മാസം 30-നുള്ളിൽ പൂർത്തിയാക്കും. സമരസമിതിക്ക് ഉറപ്പു നൽകി ജില്ലാ ഭരണകൂടം. ചേറ്റുവയിൽ നിന്നെത്തിച്ച മെഷീനും നാളെ മുതൽ പ്രവർത്തിക്കും. പുതിയ പോപ്പിന്റെ സ്ഥാനാരോഹണം അല്പസമയത്തിനകം. ലിയോ 14-ാമൻ ചുമതലയേൽക്കും. ചടങ്ങുകൾ സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ. വത്തിക്കാനിലേക്ക് വിശ്വാസി പ്രവാഹം. PSLV C-61 വിക്ഷേപണത്തിൽ അപ്രതീക്ഷിത തിരിച്ചടി. 3-ാം ഘട്ടത്തിൽ ദൗത്യം പാളി. പിഴവുകൾ പരിഹരിച്ച് മുന്നോട്ടെന്ന് ISRO ചെയർമാൻ ഡോക്ടർ V. നാരായണൻ. We attempted a launch of PSLV C-61 vehicle. Vehicle is a 4-stage vehicle. First 2 stages performed as expected, and during the 3rd stage, it's a solid motor system. We are seeing observation, motor pressure. There was fall in the chamber pressure of the motor case, and the mission could not be accomplished. വാർത്തകളിലേക്ക് വിശദമായി. മേഘാലയ അസം നിർദ്ദിഷ്ട ദേശീയപാതയ്ക്ക് അനുമതി നൽകിയതിലൂടെ മുഹമ്മദ് യൂനുസിന് ഭാരതത്തിൻ്റെ മറുപടി. ഭാരതത്തിൻ്റെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ കരക്കുടുക്കിൽ തുടരുന്ന മേഖലയെന്ന് മുഹമ്മദ് യൂനുസ് പരാമർശിച്ചിരുന്നു. 167 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാത ബംഗ്ലാദേശിനെ ഒഴിവാക്കി മ്യാൻമാറിലൂടെ മാരിടൈം ഇടനാഴി സാധ്യമാക്കും. അസാമിലെ സിൽച്ചറിൽ നിന്നും മേഘാലയയുടെ തലസ്ഥാനമായ ഷിലോങ്ങിലേക്കാണ് അതിവേഗ പാത. 166.8 കിലോമീറ്റർ 4-വരിപ്പാത നിർമ്മാണത്തിന്റെ ചെലവ് 22,000 കോടിയാണ്. വടക്ക് കിഴക്കൻ മേഖലയിലെ ആദ്യ ഹൈസ്പീഡ് കോറിഡോറാണിത്. 2030-ൽ നിർമ്മാണം പൂർത്തിയാകും. മണിപ്പൂർ, മിസോറാം എന്നീ സംസ്ഥാനങ്ങളിലൂടെയും പാത കടന്നുപോകുന്നു. അഷ്ടലക്ഷ്മിമാർ എന്ന് വിശേഷിപ്പിക്കുന്ന 8 വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ വികസന പ്രവർത്തനങ്ങളിൽ നാഴികക്കല്ലാകും ഈ പാത. ഒപ്പം തന്ത്രപ്രധാനമായ നോർത്ത് ഈസ്റ്റിൽ കണ്ണുവയ്ക്കുന്ന ചൈനയ്ക്കുള്ള മുന്നറിയിപ്പ് കൂടിയാണ്. സൈനിക നീക്കം അതിവേഗം നടത്താൻ കഴിയുന്ന രീതിയിലാണ് റോഡിന്റെ നിർമ്മാണം. അടുത്തിടെ ചൈന സന്ദർശിച്ച ബംഗ്ലാദേശിന്റെ ഇടക്കാല സർക്കാരിന്റെ തലവൻ മുഹമ്മദ് യൂനിസ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ പറ്റി നടത്തിയ പരാമർശം വലിയ വിവാദമായിരുന്നു. ഈ പ്രദേശം കരയാൽ മാത്രം ചുറ്റപ്പെട്ടവയാണെന്നും ബംഗ്ലാദേശ് വഴി ചൈനയ്ക്ക് ഈ സാഹചര്യം സാമ്പത്തിക വിപുലീകരണത്തിന് ഉപയോഗിക്കാം എന്നതായിരുന്നു യൂനിസിന്റെ പ്രതികരണം. ഇത്തരത്തിൽ ഏത് പ്രകോപനവും ശത്രുവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായാൽ അവയെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ നോർത്ത് ഈസ്റ്റിൽ സജീവമാക്കുകയാണ് ഭാരതം. ജനം, ഡൽഹി. അതിർത്തി ട്രാൻസിറ്റ് പോയിന്റുകൾ വഴി ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്നതിന് നിയന്ത്രണം. അസം, മേഘാലയ, ത്രിപുര, മിസോറാം തുടങ്ങി വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ 11
പോയിന്റ് വഴി ഇന്ത്യയിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്നതിനാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. കൊൽക്കത്ത വഴിയും നവ്ഷേവ തുറമുഖം വഴിയും മാത്രമായിരിക്കും ഇനി ബംഗ്ലാദേശിന് ഭാരതത്തിലേക്ക് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യാൻ കഴിയുക. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയമാണ് നിർദ്ദേശം പുറത്തിറക്കിയത്. ബംഗ്ലാദേശിൽ നിന്നുള്ള ക്രഷ്ഡ് സ്റ്റോൺ, LPG, എഡിബിൾ ഓയിൽ തുടങ്ങിയവയുടെ ഇറക്കുമതിക്ക് നിയന്ത്രണമില്ല. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് സൈന്യം. നീതി നടപ്പിലാക്കിയെന്ന തലക്കെട്ടോടെയാണ് RBയുടെ വെസ്റ്റേൺ കമാൻഡ് വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തത്. കൃത്യമായി ആസൂത്രണം ചെയ്തു, പരിശീലനം നൽകി, നീതി നടപ്പാക്കി എന്നാണ് സൈന്യം എക്സിൽ കുറിച്ചത്. अब की बार सबक ऐसा सिखाएंगे कि इनकी पीढ़ियां याद रखेंगी. ये बदले की भावना नहीं, ये न्याय था. 9 मई रात को तकरीबन 9 बजे जिस भी दुश्मन की पोस्ट ने युद्ध विराम का उल्लंघन किया, उन सभी पोस्टों को भारतीय सेना ने मिट्टी में मिला दिया. दुश्मन अपनी पोस्ट छोड़ भागता नजर आया. ऑप सिंदूर केवल एक कार्रवाई नहीं, पाकिस्तान के लिए वो सबक था जो उसने दशकों से नहीं सीखा. ये शुरुआत पहलगाम आतंकवादी. പുതിയ പോപ്പിന്റെ സ്ഥാനാരോഹണം അല്പസമയത്തിനകം. ആഗോള കത്തോലിക്ക സഭയുടെ 267 പോപ്പായി ലിയോ 14 ഔദ്യോഗികമായി ചുമതലയേൽക്കും. വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ ചടങ്ങുകൾക്ക് തുടക്കമായി. ആഗോള കത്തോലിക്ക സഭയുടെ തലവനായി മെയ് 8-നാണ് ലിയോ 14 തെരഞ്ഞെടുത്തത്. ആദ്യ പോപ്പായിരുന്ന വിശുദ്ധ പത്രോസിനെ അനുസ്മരിച്ച് അധികാര ചിഹ്നങ്ങളായ പാലിയവും മോതിരവും അണിയിക്കുന്നതാണ് പ്രധാന ചടങ്ങ്. വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ പ്രാദേശിക സമയം 10 മണിക്ക് ആരംഭിക്കുന്ന ചടങ്ങുകൾ 2 മണിക്കൂറോളം നീളും. കുർബാനയ്ക്ക് ശേഷം പോപ്പ് വിശ്വാസികളെ അഭിസംബോധന ചെയ്യും. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റോണി ആൽബനീസ്, ജർമ്മൻ ചാൻസലർ ഫ്രീഡ്രിച്ച് മെർസ്, കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണി, യുക്രൈൻ പ്രസിഡന്റ് വളോഡിമിർ സെലൻസ്കി തുടങ്ങിയ ലോക നേതാക്കൾ ഉൾപ്പെടെ 200-ലധികം വിദേശ പ്രതിനിധികൾ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കും. പോപ്പിന്റെ കർമ്മമണ്ഡലമായിരുന്ന പെറുവിൽ നിന്ന് 100 കണക്കിന് വിശ്വാസികളാണ് ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ വത്തിക്കാനിലെത്തുന്നത്. ന്യൂസ് ഡെസ്ക് ജനം. മണിപ്പൂർ കലാപക്കേസ് പ്രതി തലശ്ശേരിയിൽ പിടിയിൽ. ഇംഫാൽ സ്വദേശിയായ രാജ്കുമാർ മൈപാക്സനെയാണ് തലശ്ശേരിയിൽ നിന്ന് തന്നെ അറസ്റ്റ് ചെയ്തത്. നിരോധിത സംഘടനയായ യുണൈറ്റഡ് നാഷണൽ ലിബറേഷൻ ഫ്രണ്ടിലെ അംഗമാണ് പിടിയിലായ രാജ്കുമാർ. തലശ്ശേരിയിൽ ഹോട്ടൽ തൊഴിലാളിയായി ജോലി ചെയ്യുകയായിരുന്നു രാജ്കുമാർ. ഇതിന് തൊട്ടടുത്തായിരുന്നു താമസം. മഴക്കാല രോഗങ്ങൾ തടയാനുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എത്തിയതാണെന്ന് പറഞ്ഞ് NIA ഉദ്യോഗസ്ഥർ തൊഴിലാളികൾ താമസിക്കുന്ന ഓരോ മുറിയിലും എത്തി തിരിച്ചറിയൽ കാർഡ് ആവശ്യപ്പെട്ടു. ഇത് പരിശോധിച്ച് ആധാർ കാർഡും കയ്യിലെ ചിത്രവും ഒത്തുനോക്കിയാണ് രാജ്കുമാറിനെ പിടികൂടിയത്. നിരോധിത സംഘടനയായ യുണൈറ്റഡ് നാഷണൽ ലിബറേഷൻ ഫ്രണ്ടിൽ സായുധ പരിശീലനം നേടിയയാളാണ് രാജ്കുമാർ. ഇയാൾ കഴുത്തിൽ പ്രത്യേക രീതിയിൽ പച്ചകുത്തിയതാണ് NIAക്ക് തിരിച്ചറിയാൻ എളുപ്പമാക്കിയത്. ഏതാനും ദിവസം മുൻപാണ് രാജ്കുമാർ തൊഴിലിനായി തലശ്ശേരിയിലെ ഹോട്ടലിലെത്തിയത്. രാജ്കുമാർ തലശ്ശേരിയിലുണ്ടെന്ന് വിവരമറിഞ്ഞെത്തിയ NIA സംഘം ഇയാളുടെ നീക്കങ്ങൾ നിരീക്ഷിച്ചു വരികയായിരുന്നു. ജനം, കണ്ണൂർ. പാലക്കാട് മലമ്പുഴയിൽ മുഖ്യമന്ത്രിയും വേടനും പങ്കെടുത്ത പരിപാടിയിൽ ഷോർട്ട് സർക്യൂട്ട്. ഹാളിന് പുറത്തേക്ക് തീ ഉയർന്നതോടെ പരിപാടി നിർത്തിവെച്ചു. പട്ടികജാതി സംഗമത്തിനിടെയാണ് സംഭവം. വിവരങ്ങളുമായി അരുൺ ആലത്തൂറൊപ്പം ചേരുന്നു. അരുൺ, എന്താണ് സംഭവിച്ചത്? പാലക്കാട് മലമ്പുഴയിലെ സ്വകാര്യ ഹോട്ടലിലാണ് മുഖ്യമന്ത്രി അതുപോലെ തന്നെ വേടനും ഒക്കെ പങ്കെടുത്ത പട്ടികജാതി സംഗമം എന്ന പരിപാടി നടന്നത്. ആ പരിപാടി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് പരിപാടി നടക്കുന്ന ഹാളിന് പുറത്ത് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവുകയും തീ പടരുകയും ചെയ്തത്. ഉടൻ തന്നെ അധികൃതരെത്തി ആ തീ നിയന്ത്രണ വിധേയമാക്കുകയും മറ്റും ചെയ്തു. അതേസമയം തന്നെ പരിപാടി കുറേയേറെ സമയം നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യവും ഉണ്ടായി എന്നുള്ളതാണ്. ഷോർട്ട് സർക്യൂട്ടാണ് ഈ തീപിടുത്തം ഉണ്ടാവാൻ കാരണം എന്നുള്ളതാണ് അധികൃതർ വ്യക്തമാക്കിയത്. ശരി, അരുൺ ആലത്തൂരാണ് വിവരങ്ങൾ നൽകിയത്. ഭീകരതയ്ക്കെതിരായ ഭാരത നിലപാട് ലോകത്തെ അറിയിക്കാനുള്ള MP മാരുടെ വിദേശ പര്യടന വിഷയത്തിൽ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കി ശശി തരൂർ.
കോൺഗ്രസ് വിമർശനത്തെയും താക്കീതിനെയും തള്ളിയുള്ള തരൂർ നിലപാട് ഹൈക്കമാൻഡിനെയും വെല്ലുവിളിച്ചാണ്. രാഷ്ട്രീയത്തിനപ്പുറമാണ് രാഷ്ട്രമെന്ന തരൂരിൻ്റെ പ്രസ്താവന കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിൻ്റെ രാഷ്ട്രവിരുദ്ധ നിലപാടുകൾ കൂടിയാണ് ചർച്ചയാക്കുന്നത്. വിദേശ പര്യടനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ഏൽപ്പിച്ച ദൗത്യം അഭിമാനത്തോടെ ഏറ്റെടുക്കുന്നുവെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ശശി തരൂർ MP. ഇതോടെയാണ് തരൂർ തങ്ങളുടെ താക്കീതിൽ നിൽക്കില്ലെന്ന് കോൺഗ്രസിന് മനസ്സിലാകുന്നത്. കോൺഗ്രസ് വിമർശനത്തെയും താക്കീതിനെയും തള്ളിയുള്ള തരൂർ നിലപാട് ഹൈക്കമാൻഡിനെയും വെല്ലുവിളിച്ചാണ്. പല ഘട്ടങ്ങളിലും കോൺഗ്രസ് താക്കീത് ചെയ്തിട്ടും ദേശീയതയെയും കേന്ദ്ര സർക്കാർ നിലപാടുകളെയും തരൂർ ചേർത്ത് പിടിക്കുന്നുണ്ട്. രാഷ്ട്രീയത്തിനപ്പുറമാണ് രാഷ്ട്രമെന്ന തരൂരിന്റെ പ്രസ്താവന കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ രാഷ്ട്രവിരുദ്ധ നിലപാടുകൾ കൂടി ചർച്ചയാക്കുകയാണ്. ഭീകരതയ്ക്കെതിരായ ഭാരത നിലപാട് ലോകത്തെ അറിയിക്കാനുള്ള MP-മാരുടെ വിദേശ പര്യടന വിഷയത്തിൽ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിയാണ് ഈ ഘട്ടത്തിൽ ശശി തരൂർ പ്രതികരിക്കുന്നത്. വിമർശനവുമായി രംഗത്തെത്തിയ പല നേതാക്കന്മാർക്കും മറുപടിയും നൽകി. തന്നെ അങ്ങനെ ആർക്കും അപമാനിക്കാൻ കഴിയില്ലെന്നും തനിക്ക് തന്റേതായ വിലയുണ്ടെന്നും ശശി തരൂർ കോൺഗ്രസ് നേതൃത്വത്തെ ഓർമ്മിപ്പിക്കുന്നുമുണ്ട്. കൂടാതെ കേന്ദ്ര സർക്കാരുമായി ശശി തരൂർ കൂടുതൽ അടുക്കുന്നത് തങ്ങൾക്ക് ക്ഷീണമുണ്ടാക്കുമെന്ന വിലയിരുത്തലാണ് ഹൈക്കമാൻഡ്. ജനം, തിരുവനന്തപുരം. ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാനുള്ള സർവകക്ഷി സംഘത്തിൽ നിന്ന് ശശി തരൂരിൻ്റെ പേര് ഒഴിവാക്കിയ സംഭവത്തിൽ മുഖം രക്ഷിക്കാൻ കോൺഗ്രസ്. പാർട്ടി മുന്നോട്ട് വെച്ച പേരുകൾ അംഗീകരിക്കാത്തതിന് പിന്നിൽ രാഷ്ട്രീയമാണെന്ന വിമർശനമാണ് കോൺഗ്രസ് ഉയർത്തുന്നത്. ഇന്നലെ രാത്രി മീഡിയ വിഭാഗം തലവൻ ജയറാം രമേശ് പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് വിമർശനം. അന്താരാഷ്ട്ര നയതന്ത്ര രംഗത്ത് ഏറെ അനുഭവ പരിചയമുള്ള ശശി തരൂരിൻ്റെ പേര് ഒഴിവാക്കിയതിൽ കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. പാക് ബന്ധം ആരോപിക്കപ്പെട്ട ഗൗരവ് ഗൊഗോയ് ഉൾപ്പെടെയുള്ളവരുടെ പേരുകളാണ് കോൺഗ്രസ് നൽകിയത്. അത് പ്രസംഗമാണ്. അതായത് ഒരു കാര്യം നെഗറ്റീവായി പറഞ്ഞ് പോസിറ്റീവായ എഫക്റ്റ് ഉണ്ടാക്കുക എന്നുള്ള ഒരു പ്രസംഗ തന്ത്രമുണ്ട്. തപാൽ വോട്ടുകൾ പൊട്ടിച്ച് തിരുത്തിയിട്ടുണ്ടെന്ന വെളിപ്പെടുത്തലിൽ ഉരുണ്ട് കളിച്ച് മുൻമന്ത്രി G. സുധാകരൻ നെഗറ്റീവ് പറഞ്ഞ് പോസിറ്റീവാക്കാനാണ് ശ്രമിച്ചത്. ഇത് ഒരു പ്രസംഗതന്ത്രമാണ്. തനിക്കെതിരെ കേസെടുത്തതിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. പോലീസ് അറസ്റ്റ് ചെയ്തോട്ടെ, ജയിലിൽ പോകാൻ തയ്യാറെന്നും സുധാകരൻ പറഞ്ഞു. അത് പ്രസംഗമാണ്. അതായത് ഒരു കാര്യം നെഗറ്റീവായി പറഞ്ഞ് പോസിറ്റീവായ എഫക്റ്റ് ഉണ്ടാക്കുക എന്നുള്ള ഒരു പ്രസംഗ തന്ത്രമുണ്ട്. അതൊന്നും പോലീസുകാർക്ക് അറിയില്ലായിരിക്കും. തനിക്കെതിരെ കേസെടുത്തതിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നറിയില്ല. എന്തായാലും നല്ല ആലോചനയല്ല നടന്നിട്ടുള്ളത്. കേസെടുത്ത പോലീസാണ് പുലിവാൽ പിടിച്ചത്. താൻ ഒരു മുൻകൂർ ജാമ്യത്തിനും പോകുന്നില്ലെന്നും പോലീസ് അറസ്റ്റ് ചെയ്യട്ടെ, ജയിലിൽ പോകാൻ തയ്യാറാണെന്നും G. സുധാകരൻ പറഞ്ഞു. എനിക്കറിയില്ല, ഞാൻ ഗൂഢാലോചനയിലൊന്നും പങ്കെടുക്കാറില്ല. എനിക്കറിയത്തില്ല. എന്തായാലും നല്ല ആലോചനയല്ല, ഗൂഢമായ ആലോചനയല്ലെങ്കിൽ നല്ല ആലോചനയല്ല. നല്ല ആലോചന ഉണ്ടെങ്കിൽ ഇങ്ങനൊരു FIR ഉണ്ടാകാം. ഞാൻ ഒറ്റ പ്രതിയേ ഉള്ളൂ. FIR ഇതാണ്, ഒറ്റ പ്രതി, കുറ്റവാളി. മുൻകൂർ അപേക്ഷയില്ല, അതിൻ്റെ യാതൊരു ആവശ്യവും എനിക്കല്ല. ഞാൻ തെറ്റ് ചെയ്യാത്ത ആൾ മുൻകൂർ അപേക്ഷയ്ക്ക് പോവില്ല. ഞാനിപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന വരാൻ കാത്തിരിക്കുക. രാജ്യത്തിന്റെ മുഴുവൻ നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ച ആൾക്കെതിരെ എന്ത് നിയമ നടപടിയാണ് സ്വീകരിച്ചത്? 1 മാസമെടുത്താണ് FIR പോലും രജിസ്റ്റർ ചെയ്തത്. തനിക്കെതിരായ സൈബർ ആക്രമണത്തിൽ പുന്നപ്ര പോലീസ് സ്റ്റേഷനിൽ 2 പരാതികൾ നൽകിയിരുന്നു. അതിൽ ഒരു നടപടിയും എടുത്തിട്ടില്ലെന്നും G. സുധാകരൻ വ്യക്തമാക്കി. രാജ്യത്തിൻ്റെ മൊത്തം ഭരണവ്യവസ്ഥയും നിയമവ്യവസ്ഥയും സാമൂഹ്യ വ്യവസ്ഥയും രാഷ്ട്രവ്യവസ്ഥയും മൊത്തം ആക്ഷേപിച്ചിട്ട് FIR ഇടാൻ 1 മാസം എടുത്തു. എന്നിട്ട് ആ FIR ബെയിലബിളായിരുന്നു. നല്ല കാര്യം, ഞാനതിനെ അനുകൂലിക്കുന്നു. പക്ഷേ ഇത് 3 ദിവസം കൊണ്ട് ഇടാനെന്താ കാര്യം? അതിനേക്കാൾ വലുതാണോ ഇത്? ജനം, ആലപ്പുഴ. മുൻമന്ത്രി G. സുധാകരനെ അവഹേളിച്ച് സലാം MLA ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിൽ CPM-ൽ ഭിന്നത രൂക്ഷമാകുന്നു. സുധാകരനെതിരായ പോലീസ് നടപടിയെ പരോക്ഷമായി പിന്തുണച്ചാണ് സലാം പോസ്റ്റ് ഇട്ടത്. CPM ജില്ലാ സെക്രട്ടറി R. നാസർ സുധാകരനെതിരെ കേസെടുത്ത പോലീസ് നടപടിയെ വിമർശിച്ച് രംഗത്തെത്തിയതിന് പിന്നാലെയാണ് സലാം പോസ്റ്റ് ഇട്ടത്. സംഭവത്തിൽ പാർട്ടി വിശദീകരണം വേണമെന്ന ആവശ്യവും ശക്തമാകുന്നുണ്ട്. സുധാകരനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ ലക്ഷ്യം വെച്ചുള്ള പ്രകോപനങ്ങളാണ് ആസൂത്രിതമായി ഒരു വിഭാഗം നടത്തുന്നതെന്ന വിമർശനവും ഉയരുന്നുണ്ട്. പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ആക്രമിക്കുന്ന കാര്യം ഓപ്പറേഷൻ സിന്ദൂറിന് മുന്നേ വിദേശകാര്യ മന്ത്രാലയം പരസ്യമാക്കിയെന്ന രാഹുലിൻ്റെ ആരോപണത്തിൽ പ്രതിഷേധവുമായി BJP. ഓപ്പറേഷൻ സിന്ദൂറിൽ വ്യോമസേനയ്ക്ക് എത്ര വിമാനങ്ങൾ നഷ്ടമായെന്നായിരുന്നു രാഹുലിൻ്റെ ചോദ്യം. വിദേശകാര്യമന്ത്രി S. ജയശങ്കറിനെ ലക്ഷ്യമിട്ടുള്ള രാഹുലിൻ്റെ പരാമർശം വൃത്തികെട്ട രാഷ്ട്രീയമാണെന്ന് BJP പറയുന്നു.
പഹൽഗാം ഭീകരാക്രമണവും തുടർ നടപടികളിലും രാജ്യം ഒറ്റക്കെട്ടായി മുൻപോട്ടു പോകുമ്പോഴും അതിന് വിപരീതമായ പ്രതികരണങ്ങൾ ചില കോൺഗ്രസ് നേതാക്കൾ നടത്തിയിരുന്നു. അതിന്റെ ഏറ്റവും ഒടുവിലെ ഉദാഹരണമാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനെതിരായ രാഹുലിന്റെ സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റ്. ഓപ്പറേഷൻ സിന്ദൂർ നടപ്പാക്കുന്നതിന് മുൻപ് ആക്രമിക്കാൻ പോകുന്ന കാര്യം വിദേശകാര്യ മന്ത്രാലയം പരസ്യമാക്കിയെന്നായിരുന്നു രാഹുലിന്റെ ആരോപണം. വിദേശകാര്യ മന്ത്രാലയം പാകിസ്ഥാനെ നേരത്തെ വിവരങ്ങൾ അറിയിച്ചു എന്ന രാഹുലിന്റെ പ്രതികരണം വൃത്തികെട്ട രാഷ്ട്രീയമാണെന്ന് BJP വിമർശിച്ചു. ഭീകരർക്ക് കൃത്യമായ മറുപടി നൽകുമെന്ന സൈനിക വക്താക്കളുടെ പ്രതികരണമാണ് എസ് ജയശങ്കർ ആവർത്തിച്ചതെന്നും BJP വക്താവ് CR കേശവൻ പറഞ്ഞു. Rahul Gandhi's not just reckless and irresponsible tweet, but also wild false propaganda is now being weaponized by Pakistan, and Pakistan TV channels are using Rahul Gandhi's tweet to fabricate a very negative narrative about our Indian army. The actions of Rahul Gandhi are reprehensible. So Rahul Gandhi should first withdraw and delete his tweet and tender an unconditional apology. Also, Rahul Gandhi's false allegations have been clearly deflated and debunked. ഓപ്പറേഷൻ സിന്ദൂറിൽ വ്യോമസേനയ്ക്ക് എത്ര വിമാനങ്ങൾ നഷ്ടമായി എന്നും രാഹുൽ എക്സ് പോസ്റ്റിൽ ചോദിക്കുന്നുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ ഭാരതത്തിന് ഒരു നഷ്ടവും സംഭവിക്കാതെ ഭീകരർക്ക് കനത്ത മറുപടി നൽകിയെന്ന് സൈന്യം വ്യക്തമാക്കുമ്പോഴാണ് രാഹുലിന്റെ ചോദ്യം. മുൻപും സൈനിക നടപടികളെ സംശയിച്ചുകൊണ്ടുള്ള പ്രസ്താവനകൾ രാഹുലും ചില കോൺഗ്രസ് നേതാക്കളും നടത്തിയിരുന്നു. ജനം, ഡൽഹി. മലപ്പുറം കാളികാവിൽ ടാപ്പിംഗ് തൊഴിലാളിയെ കൊലപ്പെടുത്തിയ നരഭോജി കടുവയെ പിടികൂടാനുള്ള ദൗത്യം ഊർജിതം. അതിനിടെ കടുവയുടെ സാന്നിധ്യത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടും ഉന്നത വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടപടി സ്വീകരിച്ചില്ലെന്ന വിമർശനം ഉയരുകയാണ്. കൂട് സ്ഥാപിക്കാൻ അനുമതി തേടി നിലമ്പൂർ സൗത്ത് DFO ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് 2 തവണയാണ് കത്തയച്ചത്. കത്തിന്റെ പകർപ്പ് ജനം TVക്ക് ലഭിച്ചു. 5 ലൈവ് സ്ട്രീമിംഗ് ക്യാമറ കൂടി സ്ഥാപിക്കുമെന്ന് നിലമ്പൂർ സൗത്ത് DFO G ധനിക് ലാൽ പറഞ്ഞു. ഇതിനിടെ ദൗത്യത്തിനെത്തിച്ച കുങ്കിയാന കുഞ്ചുവിന്റെ ആക്രമണത്തിൽ പാപ്പാൻ അഭയ് കൃഷ്ണയ്ക്ക് പരുക്കേറ്റു. രാവിലെ 7 മണിയോടെ 4ാം നാളിലെ ദൗത്യം പുനരാരംഭിച്ചു. കടുവയെ നിരീക്ഷിക്കുന്നതിനായി 50 ക്യാമറയും 2 കൂടുകളുമാണ് സ്ഥാപിച്ചിരുന്നത്. അധികമായി 5 ലൈവ് സ്ട്രീമിംഗ് ക്യാമറകളും 1 കൂടും സ്ഥാപിക്കും. നിരീക്ഷണ ക്യാമറകളിൽ കടുവയുടെ കൂടുതൽ ദൃശ്യങ്ങൾ ഇല്ലെന്നും നിലമ്പൂർ സൗത്ത് DFO G ധനിക് ലാൽ പറഞ്ഞു. ഇപ്പോഴും ടീം അവിടെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നിങ്ങൾക്കറിയാവുന്ന പോലെ അതിൻ്റെ പ്രസൻസ് നമുക്ക് കിട്ടിയിട്ടുള്ളതാണ്. ഇന്ന് നമ്മൾ കുറച്ചധികം ലൈവ് ബൈറ്റ്സ് കൂടുതലായി അവിടെ വച്ച് അങ്ങനത്തെ രീതിയിലാണ് നമ്മൾ ഓപ്പറേഷൻസ് പുരോഗമിക്കുന്നത്. പുതുതായിട്ട് ഇന്നത്തെ പുതുതായിട്ട് കിട്ടിയിട്ടില്ല. ഉണ്ട് തെർമൽ ഡ്രോണുകൾ 2 ഡ്രോണുകൾ ഉപയോഗിച്ചിട്ടുള്ള പരിശോധനയാണ് നടന്നിരിക്കുന്നത്. ഇന്നത്തെ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. തെർമൽ ഡ്രോൺ നിരീക്ഷണവും നടത്തുന്നുണ്ട്. ഇതിനിടെ കടുവ ദൗത്യത്തിനായി എത്തിച്ച കുങ്കിയാന പാപ്പാനെ ആക്രമിച്ചു. കുഞ്ചു എന്ന കുങ്കിയാന പാപ്പാൻ അഭയ് കൃഷ്ണയെ ആണ് ആക്രമിച്ചത്. പാപ്പാന്റെ പരുക്ക് ഗുരുതരമല്ല. പരിക്കുകൾ കാര്യപ്പെട്ട രീതിയിലല്ല, അടിച്ചു വീണതിന്റെ ചെറിയ കണ്ടീഷൻസ് ഉണ്ട് ലങ്സിൽ. അതിന് പുറമെ എല്ലുകൾക്കോ കഴുത്തിന്റെ എല്ലുകൾക്കോ കാര്യപ്പെട്ട രീതിയിലുള്ള പരിക്കുള്ള ചതവ് പോലെയുള്ള കുറച്ച് മൈനർ പരിക്കുകൾ മാത്രമേ ഉള്ളൂ. ഗുരുതരമായ പരിക്ക് എന്ന് പറഞ്ഞാൽ മറ്റേ നമ്മുടെ ലാസറേറ്റഡ് ഇഞ്ചുറിയാണ്. അത് കഴുത്തിന്റെ മുൻവശത്തുള്ള ഒരു മുറിവാണ് ഏറ്റവും ഒരു ഗുരുതരമായ പരിക്കെന്ന് പറയുന്നത്. പക്ഷെ എന്നിരുന്നാലും അത് മേജർ ആയിട്ടുള്ള വിൻ പൈപ്പ്, ട്രക്കിയൊക്കെ മറ്റ് കരോട്ടിഡ് ട്യൂബുലാർ എന്ന പോലുള്ള മേജർ വെസൽസിനോ പരിക്കൊന്നും പറ്റിയതായി ക്ലിനിക്കലി നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നില്ല. കുങ്കിയാനകളുടെ ആരോഗ്യസ്ഥിതി ഡോക്ടർമാർ പരിശോധിച്ച ശേഷമായിരിക്കും ദൗത്യത്തിന് ഉപയോഗിക്കുകയെന്നും DFO പറഞ്ഞു. ജനം, മലപ്പുറം. നെടുമ്പാശ്ശേരിയിൽ യുവാവിനെ കാറിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളായ CISF ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടാൻ നീക്കം. കേസിലെ FIRഉം റിമാൻഡ് റിപ്പോർട്ടും DGക്ക് കൈമാറി. അതേസമയം കേസിൽ മറ്റൊരു CISF ഉദ്യോഗസ്ഥനെ കൂടി പോലീസ് ചോദ്യം ചെയ്യും. ഐവിൻ ജിജോയെ കാറിടിപ്പിച്ച് കൊലപ്പെടുത്തിയ CISF ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ വകുപ്പ് തല നടപടികളിലേക്ക് കടക്കുകയാണ്. ഉദ്യോഗസ്ഥരെ സേനയിൽ നിന്നും പിരിച്ചുവിടുന്നതടക്കം പരിഗണനയിലുണ്ട്. കേസിലെ FIRഉം റിമാൻഡ് റിപ്പോർട്ടും പരിശോധിച്ചതിന് ശേഷമാകും നടപടി. CISF DGക്ക് റിമാൻഡ് റിപ്പോർട്ട് പോലീസ് കൈമാറിയിട്ടുണ്ട്. ഐവിൻ ജിജോയെ കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെയാണ് ഉദ്യോഗസ്ഥർ കാർ ഇടിപ്പിച്ചതെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. കാറിന്റെ ബോണറ്റിൽ നിന്നും താഴെ വീണ ഐവിന്റെ ദേഹത്തുകൂടെ കാർ കയറ്റിയെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതേസമയം കേസിൽ കൂടുതൽ CISF ഉദ്യോഗസ്ഥരെ കൂടി പോലീസ് ചോദ്യം ചെയ്യും.
സംഭവശേഷം രണ്ടാം പ്രതിയായ മോഹൻകുമാറിനെ ഡ്യൂട്ടിയിൽ കയറാൻ സഹായിച്ച ഉദ്യോഗസ്ഥനെയാണ് ചോദ്യം ചെയ്യുന്നത്. ഈ ഉദ്യോഗസ്ഥന്റെ വീട്ടിൽ നടന്ന പരിപാടിക്ക് ശേഷം മടങ്ങുമ്പോഴാണ് ഉദ്യോഗസ്ഥർ യുവാവുമായി തർക്കമുണ്ടായത്. തിങ്കളാഴ്ച ഹാജരാകാൻ നിർദ്ദേശം നൽകി ഉദ്യോഗസ്ഥന് പോലീസ് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ജനം, കൊച്ചി. ഇടവമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല നട നാളെ അടയ്ക്കും. 34,310 ഭക്തരാണ് ഇന്നലെ ദർശനം നടത്തിയത്. നട തുറന്ന് 5 ദിവസങ്ങളിലെ ഏറ്റവും കുറവ് ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്ന ദിവസം ഇന്നാണ്. തിരക്ക് കുറവായതിനാൽ ഇന്നെത്തുന്ന ഭക്തർക്കെല്ലാം സുഗമമായ ദർശനം സാധ്യമാകുന്നുണ്ട്. പതിനെട്ടാംപടി തൊട്ട് തൊഴുത് അയ്യപ്പ ദർശനം ഭക്തരുടെ വലിയ ആഗ്രഹമാണിത്. ആത്മനിർവൃത്തി നൽകുന്ന ഒന്ന്. തിരക്ക് കുറവായതിനാൽ ഇന്നെത്തിയ ഭക്തർക്ക് 18-പടി തൊട്ട് തൊഴുത് സാവധാനം കയറി വരാൻ ഭാഗ്യം സിദ്ധിച്ചു. മഞ്ഞും മഴയുമായി അയ്യന്റെ പൂങ്കാവനം. രാത്രിയിൽ ഇടവിട്ട് പെയ്ത മഴ, ഒപ്പം പുലർക്കാലത്ത് മഞ്ഞും. തണുത്ത പ്രഭാതത്തിൽ സന്നിധാനം. പതിവ് പൂജകൾ തുടങ്ങിയ 15-ാം തീയതി 28,622 ഭക്തരും 16-ാം തീയതി 37,878 ഭക്തരും ഇന്നലെ 34,310 പേരും ദർശനം നടത്തി. ഇന്നലെ വരെ സന്നിധാനത്ത് വിവിധ ഭാഗങ്ങളിൽ ഭക്തജന തിരക്കേറിയപ്പോൾ ഇന്ന് തിരക്ക് കുറഞ്ഞ ദിവസമായി. നടപ്പന്തലും ഫ്ലൈ ഓവറിലും കാത്തു നിൽക്കാതെ ദർശനം സാധ്യമാകുന്നു. ഇടവമാസ പൂജാ നാളുകളിൽ മലയാളികളാണ് താരതമ്യേന കൂടുതൽ എത്തുന്നത്. മാളികപ്പുറങ്ങളും കുഞ്ഞയ്യപ്പന്മാരും കുഞ്ഞു മാളികപ്പുറങ്ങളും കൂടുതലായി എത്തുന്നുണ്ട്. മീനമാസ പൂജയ്ക്ക് നട തുറന്നപ്പോൾ പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കിയ നേരിട്ടുള്ള ദർശന രീതി ഇത്തവണയും തുടരുന്നു. ഫ്ലൈ ഓവർ മുഖേന ദർശനം ക്രമീകരിക്കുന്നതിന് സമാന്തരമായി തന്നെയാണ് കൊടിമര ചുവട്ടിൽ നിന്നും ബലിക്കൽ പുര വഴി നേരിട്ടുള്ള ദർശനവും സാധ്യമാക്കുന്നത്. തിരക്ക് കൂടുതലുള്ളപ്പോൾ ഫ്ലൈ ഓവർ വഴി മാത്രമാണ് ദർശനം. ഇന്ന് വൈകിട്ട് 6:30 ദീപാരാധന, തുടർന്ന് പടിപൂജയുണ്ട്. രാത്രി 9:50 ഹരിവരാസനം പാടി 10 മണിക്ക് നടയടയ്ക്കും. ജനം, സന്നിധാനം. സർവ്വജീവജാലങ്ങളെയും ഒന്നായി കണ്ട ജീവിത ദർശനമായിരുന്നു ഭാരതത്തിൻ്റെതെന്ന് സീമാ ജാഗരൺ മഞ്ച് ദേശീയ സംരക്ഷക് എ ഗോപാലകൃഷ്ണൻ. സേവാഭാരതി മെഡിക്കൽ കോളേജ് പരിസരത്ത് ആരംഭിക്കുന്ന സേവാ മന്ദിരത്തിൻ്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തുന്ന നിർധരായ രോഗികൾക്ക് താമസവും ഭക്ഷണവും അടക്കമുള്ള സൗകര്യങ്ങൾ നൽകുന്നതിന് വേണ്ടിയാണ് കോഴിക്കോട് ചേവായൂർ സേവാഭാരതിയുടെ നേതൃത്വത്തിൽ സേവാ മന്ദിരത്തിന് തുടക്കം കുറിച്ചത്. സീമാ ജാഗരൺ മഞ്ച് ദേശീയ സംരക്ഷക് എ ഗോപാലകൃഷ്ണൻ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു. ജഡാവസ്ഥയിൽ നിന്ന് ചൈതന്യപൂർണമായ ജീവിതത്തിലേക്ക് ഭാരതീയ ജനജീവിതത്തെ നയിക്കാനുള്ള പ്രവർത്തനമാണ് RSS ഏറ്റെടുത്തതെന്നും സേവാഭാരതി അതിന്റെ ഭാഗമാണെന്നും അത്ഭുതാവഹമായ സ്വീകാര്യതയാണ് സേവാഭാരതിക്ക് ലഭിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ന് അത്ഭുതാവഹമായ ഒരു അംഗീകാരമാണ് സേവാഭാരതിക്ക് സമാജത്തിൽ നിന്ന് കിട്ടുന്നത്. അതിന് 2 കാരണങ്ങൾ. ഒന്ന്, അത് നേടിയെടുക്കാനുള്ള അർഹത സേവാഭാരതി അതിന്റെ പ്രവർത്തനം കൊണ്ട് നേടുന്നു എന്നുള്ളതാണ്. 2, സേവാഭാരതിയുടെ ഈ ആഹ്വാനത്തെ ചെവിക്കൊണ്ട് സമാജത്തെ സേവിക്കാനുള്ള ഒരു സന്നദ്ധത മനസ്സ് ഹിന്ദു സമാജത്തിന് ഇന്ന് ഉൽപ്പന്നമായിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ 2 പ്രവാഹങ്ങളുടെ സാമഞ്ജസ്യമായ സമ്മേളനമാണ് കേരള വ്യാപകമായി ഇന്ന് അനവധി സേവാ പ്രവർത്തനങ്ങൾ വളർന്നു വന്നിട്ടുള്ളത്. ഇന്ന് 3 നിലയിലായി അത്യാധുനിക സൗകര്യങ്ങളുള്ള കെട്ടിടമാണ് പണിയുന്നത്. കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ആശുപത്രിയിലെത്തുന്ന നിർധരായ രോഗികൾക്ക് അതൊരു തണലും ആശ്വാസവുമാകും. ജനം, കോഴിക്കോട്. തിരുവനന്തപുരം കനകക്കുന്ന് കൊട്ടാരത്തിൽ നടക്കുന്ന എൻ്റെ കേരളം പ്രദർശന വിപണന മേളയിൽ വൻ ജനപങ്കാളിത്തം. 250 സ്റ്റാളുകളാണ് 6 ദിവസത്തെ മേളയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ 4ാം വാർഷികത്തിൻ്റെ ഭാഗമായാണ് പ്രദർശന വിപണന മേള സംഘടിപ്പിച്ചിരിക്കുന്നത്.
മേളയിലെത്തുന്നവർക്ക് മുന്നിൽ കാഴ്ചകളുടെയും കൗതുകങ്ങളുടെയും ലോകം. 250 സ്റ്റോളുകളിലായി വിവിധ ഉൽപ്പന്നങ്ങളുടെ വലിയ വിപണി. 161 സർവീസ് സ്റ്റോളുകളും 81 കൊമേഴ്ഷ്യൽ സ്റ്റോളുകളുമാണ് തയ്യാറാക്കിയിരിക്കുന്നത്. പ്രദർശന വിപണന മേളയുടെ ഉദ്ഘാടനം മന്ത്രി വി ശിവൻകുട്ടി കഴിഞ്ഞ ദിവസം നിർവഹിച്ചിരുന്നു. കേരളത്തിന്റെ നേട്ടങ്ങൾ അവതരിപ്പിക്കുന്ന ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ പ്രദർശനം, ഭക്ഷ്യമേള, പുസ്തകമേള, സ്പോർട്സ് പ്രദർശനം, മിനി തിയേറ്റർ ഷോ, കാർഷിക പ്രദർശന വിപണനമേള, സ്കൂൾ മാർക്കറ്റ്, ഫ്ലവർ ഷോ തുടങ്ങിയവ മേളയുടെ പ്രധാന ആകർഷണങ്ങളാണ്. സ്റ്റോളുകൾ കൊള്ളാം, നല്ലതാണ്. കൊച്ചുമോളെയും കൊണ്ട് ആദ്യമായിട്ടാണ് ഇവിടെ ഇറങ്ങിയത്. അവൾക്ക് വന്നപ്പം തന്നെ ഒരു അംഗൻവാടിയിലുള്ളൊരു അനുഭവം, നല്ലൊരു അനുഭവമാണ് അവൾക്ക് കിട്ടിയത്. എല്ലാം അവൾക്ക് നല്ല ഇഷ്ടമായത്. കണ്ടു തീർന്നില്ല, നമ്മൾ കണ്ടു തുടങ്ങിയതേ ഉള്ളൂ. കുട്ടികൾ മുതിർന്നവർക്കും എല്ലാം കാണാൻ പറ്റുന്നത് തന്നെ നല്ല ഇതാണ്. ഉപകാരമുള്ളത് തന്നെയാണ്. ഫയർഫോഴ്സിന്റെ പുതിയതും പഴയതുമായ വിവിധ സുരക്ഷാ ഉപകരണങ്ങളുടെ പ്രവർത്തന രീതിയും ജനങ്ങൾക്കായി വിശദീകരിക്കുന്ന പ്രദർശനത്തിനും കാഴ്ചക്കാരേറെ. ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് കേരളയുടെ തിരുവനന്തപുരത്തിന്റെ സ്റ്റാളാണ്. നമ്മൾ 2 പോർഷനായിട്ടാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. ഇൻഡോർ പോർഷൻ ഇവിടെയും ക്രമീകരിച്ചിട്ടുണ്ട്, ഔട്ട്ഡോർ ആയിട്ട് നമ്മൾ പുറത്തും ക്രമീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇൻഡോർ പോർഷനിൽ നമ്മൾ കാണിക്കുന്നത് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൽ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ മുതൽ അത്യാധുനികമായ ഫയർ ഫൈറ്റിംഗ് റോബോ വരെയുള്ള ഉപകരണങ്ങളാണ് നമ്മൾ ഈ സ്റ്റാളിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ആ ഉപകരണങ്ങളുടെ പ്രവർത്തനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലൈവായിട്ട് പ്രവർത്തനങ്ങൾ വരെ നമ്മളിവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇന്നലെ തന്നെ നല്ല പോസിറ്റീവായിട്ടുള്ള സമീപനമാണ് ജനങ്ങളിൽ നിന്നുണ്ടായത്. അവരെല്ലാം അറിയാൻ താല്പര്യത്തോടു കൂടി ഓരോ സ്റ്റാളിലും എത്തുന്നുണ്ട്. ഭിന്നശേഷിക്കാരായ സന്ദർശകർക്ക് സുഗമമായി സഞ്ചരിക്കുന്നതിന് പ്രത്യേക റാമ്പും സജ്ജമാക്കിയിട്ടുണ്ട്. മേളയിലെത്തുന്നവർക്ക് രുചികരമായ ഭക്ഷണമൊരുക്കാൻ 8000 ചതുരശ്ര അടിയിൽ കുടുംബശ്രീ അടക്കമുള്ള ഫുഡ് കോർട്ടുകളും സജ്ജം. ഒരേ സമയം 250 പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന വിധമാണ് ഫുഡ് കോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. കർഷക സമൂഹത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള കാഴ്ചകളും തനത് കളിമൺ പാത്ര നിർമ്മാണവും എല്ലാം വേറിട്ട അനുഭവം. മേളയോടനുബന്ധിച്ച് പ്രശസ്ത കലാകാരന്മാർ അണിനിരക്കുന്ന കലാപരിപാടികളും വൈകുന്നേരങ്ങളിൽ നടക്കുന്നുണ്ട്. മെയ് 23-ന് പുത്തരിക്കണ്ടം മൈതാനത്ത് നടക്കുന്ന സംസ്ഥാനതല സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ജനം, തിരുവനന്തപുരം. പുതിയ പോപ്പിന്റെ സ്ഥാനാരോഹണ ചടങ്ങുകൾക്ക് വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ തുടക്കമായി. തത്സമയം the Holy Father then putting the incense in the thurible, he will then incense the apostolic trophem. And after this short prayer, the Confessio of St. Peter, the entrance procession will move towards the altar in the square, St. Peter's Square, and we'll be singing the Laudes Regiae, invoking the intercession of the Holy Pontiffs, martyrs and saints of the Roman Church. We see the deacons taking the trays containing the pallium and the fisherman's ring from the altar of the confession, the Confessio, the tomb of St. Peter, where they were laid. And the Holy Father, Pope Leo XIV, joins the procession
as we hear the Laudes Regiae, Christ conquers, Christ reigns, Christ commands. Strains of the Litany of the Saints, a special litany that prays for the Church. The saints intercede for the Church and for the new Pope. For Leo, Bishop of Rome and successor of Peter, who today begins his ministry, grant strength and understanding of the Holy Spirit and solicitude towards the universal Church. And we continue praying then. That's how the choir is leading us in prayer during this litany. പുതിയ പോപ്പിൻ്റെ സ്ഥാനാരോഹണ ചടങ്ങുകൾക്ക് വത്തിക്കാനിലെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ തുടക്കമായി. തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഐസൻ ജോസ് ഒപ്പം ചേരുന്നുണ്ട്. ഐസൻ, എന്തൊക്കെയാണ് ഈ സ്ഥാനാരോഹണ ചടങ്ങിൻ്റെ നടപടിക്രമം?
കൃഷ്ണജി, സ്ഥാനാരോഹണ ചടങ്ങ് എന്ന് ഉദ്ദേശിക്കുന്നത് കൃത്യമായും അതിൻ്റെ ആശയപരമായി ഉദ്ദേശിക്കുന്നത് ക്രിസ്തുവിൻ്റെ മുന്നണി പോരാളി എന്ന ഒരു ആശയമാണ്. അല്ലെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു മഹത് വ്യക്തി അല്ലെങ്കിൽ മഹത്തായ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന വ്യക്തി എന്ന രീതിയിലാണ് പോപ്പിനെ കണക്കാക്കുന്നത്. സ്വാഭാവികമായും അതിൻ്റെ അധികാര ചിഹ്നങ്ങൾ ധരിപ്പിക്കുക, അതുപോലെ തന്നെ അധികാര മോതിരം ധരിപ്പിക്കുക, അതിനുശേഷമുള്ള ഓരോരോ ചടങ്ങുകളായി നടത്തുക, അതായിരിക്കും ഈ പോപ്പിൻ്റെ സ്ഥാനാരോഹണവുമായി ബന്ധപ്പെട്ട് നടക്കുക. ഇതിൻ്റെ പ്രാഥമികമായ കർമ്മങ്ങൾ തുടങ്ങുന്നത് നമുക്കറിയാവുന്നതാണ്. ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരിൽ പ്രധാനിയായ സെയിൻറ്റ് പീറ്ററിൻ്റെ, അതായത് പത്രോസിൻ്റെ ടോംബിൽ നിന്നും, അദ്ദേഹത്തിൻ്റെ സ്മാരകത്തിൽ നിന്നുമുള്ള ഒരു പ്രാർത്ഥനയും അതിനുശേഷം ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ട ഒരു പ്രൊസഷനാണ് കണ്ടത്. ആ പ്രൊസഷനിൽ അദ്ദേഹം പങ്കെടുക്കുകയും പിന്നീട് അവിടെ എത്തി പാലിയം, അതായത് പാലിയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ചെമ്മരിയാടിൻ്റെ കുട്ടി ചെമ്മരിയാടിൻ്റെ രോമം കൊണ്ടുണ്ടാക്കിയ ഒരു പുതപ്പ് പോലൊരു സംവിധാനമാണ്. അത് ചുമലിൽ ധരിക്കുന്ന ഒരു വസ്ത്രം പോലൊരു സംവിധാനമാണ്. ആ വസ്ത്രം ധരിപ്പിക്കുക എന്നതാണ് ആദ്യത്തെ ചടങ്ങ്. അത് അത്തരത്തിലൊരു ചടങ്ങ് നടക്കുന്നതിൻ്റെ അടിസ്ഥാനം തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ പലതവണ കണ്ടിട്ടുണ്ട്. യേശു ക്രിസ്തു ഒരു കുഞ്ഞാടിനെ തോളിലേറ്റി നിൽക്കുന്ന ഒരു ചിത്രം നമ്മളുടെ മനസ്സിലെല്ലാം തന്നെ ക്രിസ്തുവിൻ്റെ ആ പാരമ്പര്യം പഠിക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കും. അത്തരത്തിലുള്ള യേശു ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കാണാതായ കുഞ്ഞാടിനെ, അതായത് പാപികളെ തേടി പോകുന്ന ഇടയൻ്റെ കഥ. ആ കഥയുടെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ആ ഒരു തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ നഷ്ടപ്പെട്ടു പോയ ജീവിതത്തിൽ നിന്നും തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കുന്നവരെ തിരിച്ചു കൊണ്ടുവരാനാണ് താൻ എത്തിയിരിക്കുന്നത് എന്ന് യേശു ക്രിസ്തു പറഞ്ഞതിൻ്റെ പ്രതീകാത്മകമായാണ് ഈ ഇടയൻ്റെ തോളിലേറ്റിയ ആട്ടിൻകുട്ടിയുടെ പ്രതീകമാണ് ഈ പാലിയം എന്ന് പറയുന്നത്. പിന്നീടൊരു സ്ഥാനമോതിരം അണിയിക്കുന്നു. അതിനെ സ്ഥാനമോതിരം, അതായത് എന്താണോ ഏത് പദവിയിലാണോ അദ്ദേഹം ഇരിക്കുന്നത് അതിൻ്റെ സ്ഥാനമോതിരമായ ഒരു സ്ഥാനമോതിരം അണിയിക്കുകയാണ് ചെയ്യുക. പിന്നീടാണ് ഇത്തരത്തിലുള്ള ചടങ്ങുകളെല്ലാം തന്നെ നടക്കുക. കുർബാന നടക്കുന്നു. ആ കുർബാനയ്ക്ക് ശേഷം പൂർണ്ണമായും പോപ്പായി അധികാരമേൽക്കുന്ന ഒരു സങ്കല്പം അല്ലെങ്കിൽ ഒരു ചടങ്ങ് പൂർണ്ണമാവുകയും ചെയ്യുകയാണ്. ഇത്തരത്തിൽ പല ഘട്ടങ്ങളിലായാണ് ഈ ചടങ്ങുകളെല്ലാം തന്നെ നടക്കുക. ഇതിൻ്റെ ആദ്യഘട്ടത്തിൽ 2 പ്രാർത്ഥനകൾ കർദിനാൾമാർ ചൊല്ലുന്നു. ആ ചൊല്ലുന്ന പ്രാർത്ഥനയ്ക്ക് ശേഷമായിരിക്കും ഈ ചടങ്ങുകൾ, അതായത് പാലിയം ധരിപ്പിക്കുന്ന ചടങ്ങുകളും അതുപോലെ തന്നെ ഈ മോതിരം, അതായത് സ്ഥാനമോതിരം ധരിപ്പിക്കുന്ന ചടങ്ങുകളെല്ലാം തന്നെ നടക്കുക. ഈ ചടങ്ങുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് യേശുക്രിസ്തുവിൻ്റെ ഒരു വലിയ ഇടയൻ, ശ്രേഷ്ഠ ഇടയൻ എന്നൊക്കെ നമ്മൾ പുരോഹിതന്മാരെയും ശ്രേഷ്ഠ പുരോഹിതന്മാരെ ബിഷപ്പുമാരെയൊക്കെ വിശേഷിപ്പിക്കുന്നത് ആ ഒരു ആശയത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ്. അത്തരത്തിലുള്ള ചടങ്ങുകളാണ് നടക്കുക. സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നടക്കുന്നു. സെൻറ്റ് പീറ്റേഴ്സിലെ തന്നെ വിശുദ്ധ പത്രോസിൻ്റെ ശവകുടീരത്തിൻ്റെ ഭാഗത്തു നിന്ന് ആരംഭിക്കുന്ന ചടങ്ങുകൾ ഇപ്പോൾ അതിൻ്റെ പ്രൊസഷൻ കഴിഞ്ഞിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി തുടർ ചടങ്ങുകൾ, ചിഹ്നങ്ങൾ അണിയിക്കുന്ന, പാലിയം അണിയിക്കുന്ന ചടങ്ങുകൾ, അതുപോലെ തന്നെ ഈ മോതിരം അണിയിക്കുന്ന ചടങ്ങുകൾ, അതൊക്കെയാണ് നടക്കുക. ഇതിന് ശേഷമായിരിക്കും ഈ മോതിരം അണിയിക്കുന്ന ചടങ്ങിലും ഒരു ആശയമുണ്ട്. അതായത് മീൻപിടുത്തത്തിനായി പോയവരെ പത്രോസ് മീൻ പിടിക്കാൻ പോയപ്പോൾ അദ്ദേഹത്തിന് വലിയൊരു കൂട്ടം മീനിനെ ലഭിച്ച ഒരു കഥയെല്ലാം ഉണ്ട്. ആ കഥയുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് മുക്കുവൻ്റെ മോതിരം എന്നൊക്കെ പറയുന്ന രീതി, ഒരു ശൈലിയെല്ലാം അതിനുണ്ട്. അതായത് ആ വലിയ നേട്ടത്തിന്, യേശുക്രിസ്തുവിൻ്റെ വാക്കുകൾക്ക് ശേഷം ഒരു വലിയ നേട്ടമുണ്ടാക്കാൻ സാധിച്ച ഒരു യേശുക്രിസ്തുവിൻ്റെ ശിഷ്യൻ്റെ കഥയെല്ലാം തന്നെ ഓർമ്മിപ്പിക്കുന്ന പ്രതീകാത്മകമായ ചടങ്ങുകളാണ് നടക്കുക. അതായത് യേശുക്രിസ്തുവിൻ്റെ ഒരു ശിഷ്യഗണത്തിൽപ്പെട്ട ഒരാൾക്ക് സമാനമായി പോപ്പിനെ കണക്കാക്കുന്നു, ആ ശ്രേഷ്ഠ വ്യക്തിത്വത്തെ കണക്കാക്കുന്നു, ശ്രേഷ്ഠ ഇടയനായി കണക്കാക്കുന്നു. അതാണ് ഈ ചടങ്ങുകളുടെ എല്ലാം അടിസ്ഥാനപരമായ രീതി, അടിസ്ഥാനപരമായ ഒരു ഉദ്ദേശം. തീർച്ചയായും ഈ പാലിയം ധരിപ്പിക്കുന്നത് ആയിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് എന്നതാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ചടങ്ങുകളെല്ലാം തന്നെ ആരംഭിക്കുന്നതിന് മുന്നോടിയായുള്ള പ്രാർത്ഥനകളും അതിനുശേഷമുള്ള പ്രാർത്ഥനകളും 3 പ്രാർത്ഥനകളുണ്ട്. 2 പ്രാർത്ഥനകൾ സ്പാനിഷിലും പിന്നീട് ഒരു സാധാരണ ലാറ്റിൻ ഭാഷയിലുള്ള പ്രാർത്ഥനയും എല്ലാം ആയിരിക്കും നടക്കുക. അത്തരത്തിലുള്ള ചടങ്ങുകളുടെ പുരോഗമിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഐസനാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വിവരങ്ങൾ പിന്നാലെ നൽകേണ്ടതുണ്ട്. ഏതായാലും സ്ഥാനാരോഹണ ചടങ്ങുകൾ അവിടെ പുരോഗമിക്കുന്നു. തത്സമയ ദൃശ്യങ്ങൾ. To our governors and all our fellow citizens praying with us, be true peace in their hearts. കേരളത്തിലെ വാട്ടർ ടാങ്ക് നിർമ്മാണ രംഗത്തെ പ്രമുഖരായ സെൽസർ പോളിമേഴ്സ് വിപണിയിൽ തങ്ങളുടെ സാന്നിധ്യം കൂടുതൽ ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായി 5 പുതിയ ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കി. സോളാർ ഫ്ലോട്ട്സ്, 100% വെർജിൻ HDPE സെപ്റ്റിക് ടാങ്കുകൾ, ഓൺ ഹെഡ് 210 ലിറ്റർ ഡ്രം, ഫ്ലോട്ടിംഗ് ഡോഗ്സ്, HDPE സം ടാങ്ക് എന്നിവയാണ് പുതുതായി വിപണിയിലെത്തിച്ച ഉൽപ്പന്നങ്ങൾ. തൃശ്ശൂരിലെ സ്വകാര്യ ഹോട്ടലിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിലാണ് ഉൽപ്പന്നങ്ങളുടെ ഔദ്യോഗിക ലോഞ്ചിങ് നിർവഹിച്ചത്. HDPE solar floats. Powering green energy from water, Seltzer leads the way in floating solar solutions.
redefining how India uses water bodies for energy production. സെൽസർ പോളിമേഴ്സിന്റെ മാനേജിംഗ് ഡയറക്ടർ ടോണി ബി ജോൺ, മാർക്കറ്റിംഗ് GM വേണുഗോപാൽ, സീനിയർ മാനേജർ ഷൈജു വർഗീസ്, CEO സുബിൻ സണ്ണി എന്നിവരുൾപ്പെടെയുള്ള പ്രധാന വ്യക്തികൾ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ ഡീലേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ വലിയൊരു ഉയർച്ചയുടെ ഒരു സാഹചര്യം. ഇനിയിപ്പോൾ നമ്മൾ പുതിയൊരു 5 പ്രോഡക്റ്റുകൾ നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. ആ ഒരു പ്രോഡക്റ്റിന് ഇന്നിപ്പോൾ നമ്മുടെ ആ ഒരു ഉയർച്ചയുടെ ഇത് പറയുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു പ്രൊഡക്ഷൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് നമുക്കൊരു 4 കോടി ലിറ്റർ കപ്പാസിറ്റി ഉള്ളൊരു കമ്പനിയാണ് ഇന്ന്. അത് തുടങ്ങുന്ന അവസരത്തിൽ നമ്മൾ ചെറിയ തുടങ്ങിയാൽ പോലും ഇന്ന് നമുക്ക് കേരളത്തിൽ എല്ലാ കമ്പനികളും കോമ്പറ്റീറ്റ് ചെയ്യാവുന്ന ഒരു പൊസിഷനിൽ നമ്മൾ എത്തിയിരിക്കുകയാണെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ കേരളത്തിൽ 1ാം സ്ഥാനത്ത്, വാട്ടർ ടാങ്കിൽ 1ാം സ്ഥാനത്തേക്ക് എത്തി നിൽക്കുന്ന ഒരു കമ്പനിയാണ്. സെൽസറിന്റെ വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ച 150 ഡീലർമാരെ ആദരിക്കുന്ന ജെംസ് ഓഫ് സെൽസർ എന്ന ഗെറ്റ് ടുഗെദറും ചടങ്ങിനോടനുബന്ധിച്ച് നടന്നു. പുതിയ ഉൽപ്പന്നങ്ങൾ ഓരോന്നും അതത് മേഖലകളിൽ നൂതനമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുമെന്നും ഗുണമേന്മയിലും സാങ്കേതിക വിദ്യയിലും മുൻപന്തിയിൽ നിൽക്കുന്ന ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് പുതിയ അനുഭവങ്ങൾ സമ്മാനിക്കുമെന്നും മാനേജ്മെന്റ് വ്യക്തമാക്കി. ജനം, തൃശൂർ. ബംഗളൂരു സമന്വയ കേന്ദ്രസമിതി വൈസ് പ്രസിഡന്റ് സരള ധൻരാജ് അന്തരിച്ചു. കണ്ണൂർ ധർമ്മടം സ്വദേശിനിയാണ്. സാമൂഹ്യ പ്രവർത്തകനും ഫാബ്രിക്കേഷൻ കോൺട്രാക്ടറുമായ ധൻരാജാണ് ഭർത്താവ്. യശ്വന്തപുരം സ്ഥനീയ സമിതി, മാതൃസമിതി, ഹെബ്ബാൾ ഭാഗ് സംഘടിപ്പിച്ച ആഗമൻ പരിപാടി തുടങ്ങിയവയിൽ സജീവ സാന്നിധ്യമായിരുന്നു. അധ്യാപനത്തിലൂടെ നേടിയ അറിവ് ബാലഗോകുലങ്ങളിലൂടെ പകർന്നു നൽകിയും സമാജ പ്രവർത്തനത്തിൽ സജീവമായിരുന്നു. ഇരിങ്ങാലക്കുട ശ്രീ കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് ശ്രീരാമ പട്ടാഭിഷേകം കഥകളി അരങ്ങേറി. കൂടൽമാണിക്യം ഉത്സവവുമായി ബന്ധപ്പെട്ട് 100ലേറെ വർഷത്തെ പഴക്കമുണ്ട് പട്ടാഭിഷേകം കഥകളിക്ക്. കൂടൽമാണിക്യം ക്ഷേത്രപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് രാമായണ കഥാസന്ദർഭം ആട്ടക്കഥയാക്കിയ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ കൃതിയാണ് ശ്രീരാമ പട്ടാഭിഷേകം. താലപ്പൊലിയേന്തി പുഷ്പാഭിഷേകത്തോടെയാണ് ഭക്തർ ശ്രീരാമനെ വരവേറ്റത്. പച്ച, കത്തി, കരി, താടി, മിനുക്ക് തുടങ്ങി കഥകളിയിലെ എല്ലാ വേഷങ്ങളും പട്ടാഭിഷേകത്തിൻ്റെ ഭാഗമായി അരങ്ങത്തെത്തി. കേന്ദ്ര സർക്കാർ ഫണ്ടിൽ നിർമ്മിച്ച സ്മാർട്ട് റോഡിൻ്റെ ക്രെഡിറ്റ് അടിക്കാൻ സംസ്ഥാനം ശ്രമിക്കുമ്പോഴും നിരത്തുകൾ കീഴടക്കി പ്രധാനമന്ത്രിക്കായുള്ള ഫ്ലെക്സ് ബോർഡുകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദി അറിയിച്ചാണ് ഫ്ലെക്സുകൾ തലസ്ഥാനത്തെ റോഡുകളിൽ നിരന്നത്. 5 വർഷം കൊണ്ട് പൂർത്തീകരിക്കേണ്ട പദ്ധതി സംസ്ഥാനം വൈകിപ്പിച്ചതിലും വിമർശനം ശക്തമാണ്. 2023 സംസ്ഥാനത്ത് പൂർത്തിയാക്കേണ്ടതായിരുന്നു സ്മാർട്ട് സിറ്റി പദ്ധതി. എന്നാൽ ഇത് 5 വർഷം കഴിഞ്ഞാണ് സർക്കാർ പൂർത്തീകരിക്കുന്നത്. വൈകിപ്പിച്ച് ഒടുവിൽ കഴിഞ്ഞ ദിവസം സംസ്ഥാന സർക്കാർ കൊട്ടിയാഘോഷിച്ച് ഉദ്ഘാടനം നടത്തി. മുഖ്യമന്ത്രിയുടെയും പൊതുമരാമത്ത് മന്ത്രിയുടെയും ചിത്രം പതിച്ച് കൂറ്റൻ ഫ്ലെക്സുകളും നിരത്തി ക്രെഡിറ്റ് അടിക്കാനുള്ള ശ്രമവും ഇതിനിടെ നടന്നു. എന്നാൽ പദ്ധതിയുടെ യഥാർത്ഥ അവകാശിയായ കേന്ദ്ര സർക്കാരിനും പ്രധാനമന്ത്രിക്കും നന്ദി പറയുകയാണ് തലസ്ഥാനവാസികൾ. തലസ്ഥാനത്തെ 12 റോഡുകളാണ് കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് കൊണ്ട് സ്മാർട്ടാക്കിയത്. ഇവിടെയെല്ലാം പ്രധാനമന്ത്രിക്ക് നന്ദി അറിയിച്ച ഫ്ലെക്സുകൾ ഉയർന്നിട്ടുണ്ട്. തിരുവനന്തപുരത്തുകാർ വർഷങ്ങളായി കാത്തിരുന്ന സ്മാർട്ട് റോഡുകളുടെ നിർമ്മാണം പൂർത്തിയാക്കിയതിനാണ് പ്രധാനമന്ത്രിയെ തലസ്ഥാനവാസികൾ അഭിനന്ദിക്കുന്നത്. ജനം, തിരുവനന്തപുരം. SLV C-61 വിക്ഷേപണത്തിന് അപ്രതീക്ഷിത തിരിച്ചടി.
ഭൗമനിരീക്ഷണ ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിൽ എത്തിക്കാനായില്ല. രണ്ടാം ഘട്ടം വരെ വിജയകരമായിരുന്ന റോക്കറ്റിൻ്റെ ചലനം മൂന്നാം ഘട്ടത്തിൻ്റെ അവസാന വേളയിൽ പരാജയപ്പെടുകയായിരുന്നു. അപ്രതീക്ഷിത സാങ്കേതിക പ്രശ്നമുണ്ടായതിനാൽ ദൗത്യം ലക്ഷ്യം നേടാനായില്ലെന്ന് ISRO ചെയർമാൻ അറിയിച്ചു. ഇന്ന് രാവിലെ 5:59 വിക്ഷേപണം നടന്നത്. സ്ട്രാപ്പ് മോട്ടോറുകൾ വിഘടിക്കുന്നതും 1ഉം 2ഉം ഘട്ടങ്ങൾ വേർപെടുന്നതും വിജയകരമായി നടന്നു. റോക്കറ്റിന്റെ മൂന്നാം ഘട്ടത്തിന്റെ അവസാന ജ്വലനവേളയിൽ അപ്രതീക്ഷിത സാങ്കേതിക പ്രശ്നമുണ്ടായി ദൗത്യം ലക്ഷ്യം കണ്ടില്ലെന്ന് ISRO ചെയർമാൻ V. നാരായണൻ അറിയിച്ചു. Up to the second stage, the performance was quite normal. Third stage motor started perfectly, but during the functioning of the third stage, we are seeing a observation, and the mission could not be accomplished. After analysis, we shall come back. Thank you. സാങ്കേതിക തകരാർ സംബന്ധിച്ച വിശദ പരിശോധന തുടരുകയാണ്. ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-9 സാറ്റലൈറ്റുമായാണ് PSLV C-61 പ്രയാണം ആരംഭിച്ചത്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നായിരുന്നു വിക്ഷേപണം. ബഹിരാകാശ മാലിന്യങ്ങൾ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി 4ാം ഘട്ടത്തിന്റെ ഭ്രമണപഥം താഴ്ത്തുന്നതിനുള്ള ഓർബിറ്റ് ചേഞ്ച് ത്രസ്റ്ററുകൾ ഉൾക്കൊള്ളുന്നതാണ് PSLV C-61 റോക്കറ്റ്. കാലാവധി കഴിയുമ്പോൾ ഭ്രമണപഥത്തിൽ നിന്നും താഴ്ത്തി നീക്കം ചെയ്യുന്നതിനുള്ള ഇന്ധനം ഉൾപ്പെടെ ഉൾക്കൊള്ളിച്ചായിരുന്നു EOS-9 സാറ്റലൈറ്റും തയ്യാറാക്കിയത്. സാങ്കേതിക പ്രശ്നം കൃത്യമായി കണ്ടെത്തി ദൗത്യം തുടരുമെന്നും ISRO ചെയർമാൻ അറിയിച്ചു. സയൻസ് ഡെസ്ക്, ജനം. യുവ അഭിഭാഷകയ്ക്ക് സീനിയർ അഭിഭാഷകനിൽ നിന്ന് മർദ്ദനമേറ്റ സംഭവത്തിൽ ബാർ അസോസിയേഷനിൽ ഭിന്നത. ബെയിലൻ ദാസിന് പിന്തുണയർപ്പിച്ച ഒരു വിഭാഗം അഭിഭാഷകർ പോലീസ് സ്റ്റേഷനിൽ എത്തിയതിലും വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇരയ്ക്കെതിരായി നടത്തുന്ന അപവാദ പ്രചാരണങ്ങളിലുമാണ് ഒരു വിഭാഗത്തിന് എതിർപ്പ്. പ്രതിക്ക് രക്ഷപ്പെടാൻ അവസരമൊരുക്കിയത് ബാർ അസോസിയേഷൻ സെക്രട്ടറിയാണെന്ന പരാതിക്കാരിയുടെ പരാമർശവും ഒരു വിഭാഗത്തിന് എതിർപ്പിന് കാരണമായി എന്നാണ് ആക്ഷേപം. കൂട്ടത്തിലെ വനിതാ അഭിഭാഷകയ്ക്ക് ക്രൂരമായ പീഡനമേൽക്കേണ്ടി വന്നിട്ടും വേട്ടക്കാരന് അനുകൂലമായി നടപടി സ്വീകരിക്കുന്ന ഒരു വിഭാഗം അഭിഭാഷകരുടെ സമീപനമാണ് അസോസിയേഷനിൽ ഭിന്നതയ്ക്ക് കാരണം. അഭിഭാഷകനെ അനുകൂലിച്ചും യുവ അഭിഭാഷകയ്ക്കെതിരായും സമൂഹ മാധ്യമങ്ങളിൽ അടക്കമാണ് പരാമർശങ്ങൾ നിറയുന്നത്. യുവതിയെ അപമാനിച്ചുകൊണ്ടുള്ള ഒരു വിഭാഗം അഭിഭാഷകരുടെ നടപടിയും ഭിന്നതയ്ക്ക് കാരണമാകുന്നു. പ്രതി ബെയിലിനെ അറസ്റ്റ് ചെയ്ത അതേ ദിവസം രാത്രി ഒരു കൂട്ടം അഭിഭാഷകർ പിന്തുണയർപ്പിച്ച് വഞ്ചിയൂർ പോലീസ് സ്റ്റേഷനിലെത്തി. വൈദ്യപരിശോധനയ്ക്കായി പ്രതിയെ പുറത്തിറക്കിയപ്പോൾ കെട്ടിപ്പിടിച്ചും ആശ്ലേഷിച്ചുമാണ് അഭിഭാഷകർ തങ്ങളുടെ പിന്തുണ പങ്കുവച്ചത്. ബാർ അസോസിയേഷന്റെ വാട്സാപ്പ് ഗ്രൂപ്പിലും അഭിഭാഷകൻ ബെയിലിൻ ദാസിനെ പിന്തുണച്ചും യുവതിക്കെതിരായും വ്യക്തിയാധിക്ഷേപങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് വിവരം. മുതിർന്ന അഭിഭാഷകർ അടങ്ങുന്ന വാട്സാപ്പ് ഗ്രൂപ്പിലാണ് ഇത് സംഭവിക്കുന്നത്. കുറ്റപ്പെടുത്തലുകൾ നിറഞ്ഞതോടെ പ്രതിരോധവുമായി പരാതിക്കാരി തന്നെ രംഗത്ത് വരേണ്ട സാഹചര്യവും ഉണ്ടായി. നിലവിൽ യുവതിയെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരുമായി രണ്ട് വിഭാഗമാണ് അസോസിയേഷനുള്ളത്. നിയമപരിജ്ഞാനമുള്ളവരും കുറ്റകൃത്യത്തിന്റെ ഗൗരവം പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിവുള്ളവരുമാണ് അഭിഭാഷകർ. പ്രതി മർദ്ദിച്ച പാടുകൾ പരാതിക്കാരിയുടെ മുഖത്ത് തെളിവായി ഉണ്ടെന്നിരിക്കെയാണ് ഇരയെ അപഹസിച്ചുകൊണ്ടുള്ള നടപടി എന്നതും വിരോധാഭാസമാണ്. ജനം, തിരുവനന്തപുരം. കോഴിക്കോട് ഫറൂഖിൽ പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ കുട്ടി മരിച്ചതായി ആരോപണം. സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സാ പിഴവാണ് കാരണമെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. ചന്തക്കടവ് സ്വദേശി അശ്വിനിയുടെ കുട്ടിയാണ് മരിച്ചത്. ഇന്ന് രാവിലെയാണ് അശ്വതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആശുപത്രിയിൽ എത്തിയപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലായിരുന്നുവെന്ന് ബന്ധുക്കൾ പറയുന്നു. പിഴവുണ്ടായിട്ടില്ലെന്നും പെട്ടെന്ന് കുട്ടിയുടെ ഹൃദയമിടിപ്പ് കുറഞ്ഞെന്നുമാണ് ആശുപത്രിയുടെ വിശദീകരണം. ഞങ്ങൾ ഇവിടെ വയസ്സിനാൾക്ക് പോയിട്ടാണ് ഇവിടേക്ക് അഡ്മിറ്റ് ആവാൻ വരുന്നത്. അഡ്മിറ്റ് അല്ല, ഡോക്ടറെ കാണിക്കാൻ വരുന്നത്. ഇവിടെ എത്തിയപ്പോ ഡോക്ടറോട് പറഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞ് അനക്കക്കുറവ് പറഞ്ഞിട്ടുണ്ട്. ആ അനക്കക്കുറവ് വയറ് ടൈറ്റ് ആവണോണ്ട് മാത്രമാണ് ഞങ്ങളോട് പറഞ്ഞത്. വയറ് ടൈറ്റ് ആവണോണ്ടായിരിക്കും. പിന്നെ അവർക്ക് നേരെ ഒരു ഓപ്പണിങ് കാണുന്നുണ്ട്, അതിനോട് ഇവിടെ അഡ്മിറ്റ് ആക്കാറില്ല. അപ്പൊ ചോദിച്ചു ഹാർട്ട് ബീറ്റ് കുട്ടീന്റെ നോർമൽ ആണോ നിങ്ങൾ ചോദിച്ചതാ. അപ്പൊ അവർ പറയും ചെയ്ത് ഹാർട്ട് ബീറ്റ് നോർമലാ, കുഴപ്പമില്ല, അനക്കം കുറവ് തോന്നുന്നത് വയറ് ആൾക്ക് ടൈറ്റ് ആവുന്നതുകൊണ്ടാവുന്നു. അപ്പൊ അഡ്മിറ്റ് ചെയ്യാറിനി. ഇപ്പൊ വേറെ വയറ്റിന്ന് പോകുന്ന പറഞ്ഞപ്പോ പറഞ്ഞ് അവർക്ക് ട്രിപ്പ് ഇട്ടരാം. ട്രിപ്പ് ഇടാൻ റൂമിൽ കിടത്തി. കുറച്ച് കഴിഞ്ഞപ്പോ പറഞ്ഞ് അരമണിക്കൂർ കഴിയുമ്പോൾ ചായ വാങ്ങി കൊടുക്കണം എന്ന് പറഞ്ഞു. പിന്നെ കണ്ടിട്ടുണ്ട് ഒരു 10-15 മിനിറ്റ് അങ്ങനെ എന്തോ കഴിഞ്ഞപ്പോ കണ്ടിട്ടുണ്ട് പെട്ടെന്ന് ലേബർ റൂമിലേക്ക് കൊണ്ടുപോകണേ. അപ്പൊ നോക്കുമ്പോ പറയുന്നത് ഹാർട്ട് ബീറ്റ് പച്ച കുറഞ്ഞ് ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ വേഗം ഓപ്പറേഷൻ ചെയ്ത് കുട്ടിയെ നോക്കണം. പിന്നെ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ കേട്ടിട്ട് കണ്ടിട്ട് പിന്നെ പറയുന്നത് കുട്ടി മരിച്ചു, കുട്ടി കരയുന്നില്ല എന്നാ. ഞങ്ങൾ ഇവിടെ എത്തിയപ്പോ ഹാർട്ട് ബീറ്റ് നോർമൽ ആണെന്ന് മാത്രമേ ഞങ്ങളോട് പറഞ്ഞത്. ഞങ്ങൾ ചോദിച്ചത് ഹാർട്ട് ബീറ്റ് നോർമൽ ആണോ, നോർമൽ ആണെന്ന് പറഞ്ഞ് അവിടെ എത്തിയപ്പോ ഒരു അറിഞ്ഞ് നോർമൽ ഇപ്പൊ പറഞ്ഞ് ഹാർട്ട് ബീറ്റ് പച്ച കുറഞ്ഞു 80-70 അങ്ങനെ എന്താ എത്തിപ്പോയി. ഇവിടെ എത്തുമ്പോ 116, 120, 130 അങ്ങനെയൊക്കെ ഉള്ളത് കഴിഞ്ഞ് പെട്ടെന്ന് എന്തുകൊണ്ടാ പറഞ്ഞതെന്ന് അവർക്ക് അറിയില്ല. വാർത്ത പൂർണ്ണമാകുന്നു. നമസ്തേ.